അച്ഛാ. എന്തെങ്കിലും വില തരുന്നുണ്ടോ? നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കും, അതങ്ങ് നടപ്പിലാക്കും. ഭാര്യ എന്ന ഒരു പരിഗണന പോലുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ജോലിക്കാരുടെ സ്ഥാനമെങ്കിലും തരണം. എടി, നീ എവിടെയാണ് ഈ ചാടിക്കൊണ്ട് പോണത്? എന്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ കൊടുത്ത്. അത് നിന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം തോന്നുന്നു. ഓ, എന്റെ സഹോദരനൊരു ആവശ്യം വന്നിട്ട് കഴിഞ്ഞ ആഴ്ച 10,000 രൂപ വെച്ചപ്പോ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടായിരുന്നില്ലല്ലോ. സൗകര്യമല്ലേ കൊടുക്കാൻ? അത് തന്നെ കാര്യം. അതാണ്, നിങ്ങൾക്ക് സൗകര്യമില്ല. എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിനും നിങ്ങൾക്ക് സൗകര്യമില്ല. എന്റെ സഹോദരൻ ഒരു 10,000 രൂപ അത് കടമായിട്ടാ ചോദിച്ചത്. അപ്പൊ ഇല്ലാത്ത പൈസ ഇപ്പൊ നിങ്ങൾക്ക് പൊട്ടി പുറപ്പെട്ടു വന്നു. എന്നാലേ ഇതും കൂടെ അറിഞ്ഞോ, നിന്റെ സഹോദരന്റെ ആവശ്യത്തിന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി പൈസ കിട്ടൂല. നീ കൊണ്ടുപോയി കേസ് കൊടു. അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു പൈസ ഉണ്ടാവില്ല. അമ്മ, എനിക്ക് വിശക്കുന്നു. പഠിക്കാനിരിക്കുമ്പോ എനിക്ക് വിശക്കോളാ. മര്യാദയ്ക്ക് വായിക്കാം അങ്ങോട്ട്. എനിക്ക് വിശക്കുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മര്യാദയ്ക്ക് വായിക്കും. ശബ്ദം കേട്ട് വരുന്നിവിടെ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഒച്ച കേട്ടാ ഞാൻ ബാക്കി വന്ന് പിന്നെ തരും. ചേട്ടന് വേണിച്ചോ? അച്ഛാ, എന്താ? ആര്? ഇങ്ങോട്ട് വേണം. നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ അവളെ അടിക്കണ്ടെന്ന്? ഊതരകളെ പറഞ്ഞിട്ടുണ്ടാ? നിനക്ക് എന്താ മനസ്സിലാവാത്തത്? എത്ര പറഞ്ഞത്? അപ്പോ ആദിക്ക് വേദുവിന് ഇഷ്ടമല്ലേ? ഇഷ്ടൊക്കെയാണ്, പക്ഷെ അവള് കാരണം എനിക്ക് അടി കിട്ടുന്ന. വേദു ആദിയുടെ കുഞ്ഞനിയത്തിയല്ലേ? അപ്പൊ ആദിയല്ലേ വേദുവിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? എനിക്ക് ഭയങ്കര ശക്തിയാ. ഞാൻ വേദുവിനെ പ്രൊട്ടക്ട് ചെയ്യും. എനിക്ക് ഒരാളെ ഇടിച്ചിടാൻ ശക്തിയുണ്ട്. ഓ, ശക്തിമാൻ. പക്ഷേ എന്തിനീ കൂട്ടുകാരെയൊക്കെ ഉപദ്രവിക്കുന്നത്? അവരെന്നെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോ എനിക്ക് ദേഷ്യം വരും. അവര് ഇറിറ്റേറ്റ് ചെയ്യൂ. അതിനെന്തിനാ കുട്ടികളൊക്കെ അടിക്കുന്നേ? നമുക്ക് അവരെയൊക്കെ അടിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ? അതൊക്കെ തെറ്റല്ലേ? അപ്പൊ അച്ഛനും അമ്മയും എന്നെ അടിക്കുന്നതോ? അത് തെറ്റല്ലേ?